നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഏറെ പ്രതീക്ഷിച്ച ബോംബ് പൊട്ടാതിരുന്നതിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത നിരാശയും അമർഷവുമുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ബോംബ് പൊട്ടിയാൽ തങ്ങൾക്കൊന്ന് തലയുയർത്തി നടക്കാമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പലരും പറഞ്ഞത്. കാരണം അമ്മാതിരി ബോംബാണ് CPM കോൺഗ്രസിൻ്റെ തലയ്ക്കുമേൽ പൊട്ടിച്ചത്. CPM-ഉം BJP-യും ഇപ്പോൾ ആഹ്ലാദിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ തങ്ങൾക്കും ഒരു പടക്കമെങ്കിലും പൊട്ടിച്ച് സന്തോഷിക്കണ്ടേ എന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുക സ്വാഭാവികം. എന്നാൽ ബോംബ് പൊട്ടിക്കുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം ഇരുട്ടടിയായി ഇപ്പോൾ കോൺഗ്രസ്സിന്. ബോംബൊന്നും പൊട്ടിയില്ല എന്ന് മാത്രമല്ല, BJP-ക്കെതിരെ പൊട്ടിച്ച ബോംബ് ചീറ്റിപ്പോവുകയും ചെയ്തു. 2004-ലും 2014-ലുമൊക്കെ പൊട്ടിക്കാൻ ശ്രമിച്ച ബോംബാണത്രേ ഇപ്പോൾ വീണ്ടും എടുത്ത് തിരികൊളുത്തിയത്. പക്ഷേ കാര്യമായൊരു ചലനവും ഉണ്ടാക്കിയില്ല. കാരണം BJP നേതാവായ കൃഷ്ണകുമാറിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണം, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി ഉയർത്തിയെന്ന് പറയുന്ന ലൈംഗിക ആരോപണം ഒട്ടും പുതുമയുള്ളതായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, കൃഷ്ണകുമാർ BJP-യുടെ ഇപ്പോൾ ഗുഡ് ബുക്കിൽ ഉള്ള നേതാവുമല്ല. കൃഷ്ണകുമാർ K. സുരേന്ദ്രൻ്റെ അടുത്ത ആളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ആക്കാതെ അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കിയത്. മാത്രമല്ല, അടുത്ത തവണ പാലക്കാട് നിന്നും അദ്ദേഹം മത്സരിക്കുന്നുമില്ല. അദ്ദേഹം മത്സരിക്കുന്നത് മലമ്പുഴയിൽ നിന്ന് തന്നെയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മലമ്പുഴ എന്നത് CPM-ൻ്റെ കോട്ടയാണ്. അവിടെ VS അച്യുതാനന്ദനാണ് ഇത്രയും കാലം ജയിച്ചുകൊണ്ടിരുന്നത്. രണ്ടാം സ്ഥാനത്ത് BJP-യും. അവിടെ കോൺഗ്രസ്സിന് ഒരു കാര്യവുമില്ല. അപ്പോൾ പിന്നെ കൃഷ്ണകുമാറിനെതിരെ ഈ ബോംബുമായി വന്നത് എന്തിനാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും ചോദിക്കുന്നത്. കാരണം അവിടെ എന്ത് സംഭവിച്ചാലും കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല. അവിടെ CPM തന്നെ ജയിക്കുകയുള്ളൂ മലമ്പുഴ മണ്ഡലത്തിൽ. അപ്പോൾ പിന്നെ കോൺഗ്രസ് BJP-ക്കെതിരെ ബോംബ് പൊട്ടിച്ചെടുത്ത കാര്യം? കാരണം പാലക്കാട് 2026-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കാൻ പോകുന്നത് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന BJP-യുടെ ജില്ലാ പ്രസിഡന്റായിരിക്കും. അദ്ദേഹത്തിനെതിരെ ഇതുവരെ ആരോപണങ്ങളൊന്നും കാര്യമായി വന്നിട്ടുമില്ല. എന്നാൽ മലമ്പുഴയിൽ മത്സരിക്കുന്ന കൃഷ്ണകുമാറിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. അത് സന്ദീപ് വാര്യരുടെ ഒരു വാശി മാത്രമായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സന്ദീപ് വാര്യരുടെ വാശിക്ക് വേണ്ടി തുള്ളിക്കൊടുക്കേണ്ട ആവശ്യം കേരളത്തിലെ കോൺഗ്രസ്സിന് ഉണ്ടായില്ലത്രേ. കാരണം പല മണ്ഡലങ്ങളിലും BJP നിർണായക ശക്തിയാണ്. അവർ പാലം വലിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ തോക്കും. 2021-ൽ നമ്മൾ കണ്ടതാണ്. BJP വോട്ട് മറിച്ച് നിരവധി മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് ഇത്തവണയും ആവർത്തിക്കും. കാരണം കുമ്മനം രാജശേഖരനെ മുരളീധരൻ നിന്ന് പരാജയപ്പെടുത്തും എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്ത് അവർ CPM-നെ അധികാരത്തിലേറ്റിയത്. അതുകൊണ്ട് BJP-ക്കെതിരെ അത്രയ്ക്ക് പ്രകോപനമായി നീങ്ങേണ്ടിയിരുന്നു എന്നുള്ള ഒരു നിലപാടിലാണത്രേ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും. ബോംബ് പൊട്ടിച്ചത് കൃഷ്ണകുമാറിനെതിരെയാണ്. കൃഷ്ണകുമാർ എന്ന് പറയുന്നത് അത്ര വലിയ പുള്ളിയൊന്നുമല്ല BJP-യിൽ. ഇപ്പോൾ V. മുരളീധരനെതിരെയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയോ ജോർജ് കുര്യനെതിരെയോ രാജീവ് ചന്ദ്രശേഖറിനെതിരെയോ ഒക്കെ ബോംബ് പൊട്ടിച്ചെങ്കിൽ അതിനൊരു രസമുണ്ടായിരുന്നു. BJP അതിലൊന്ന് കുലുങ്ങുമായിരുന്നു. ഇതൊരു കേവലം നിരവധി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ, അതും മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാനിരിക്കുന്ന, മലമ്പുഴ മണ്ഡലത്തിൽ ഇയാൾ തോറ്റുപോയാലും കോൺഗ്രസിന് പ്രത്യേകിച്ചും ഒരു ഗുണവുമില്ല. അങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് ഈ കൃഷ്ണകുമാറിനെതിരെ ഇത്തരത്തിലുള്ളൊരു വാറോലയുമായി ഇറങ്ങിയത്? അത് സന്ദീപ് വാര്യരുടെ വാക്ക് കേട്ട് കോൺഗ്രസ് അബദ്ധത്തിൽ ചെന്ന് ചാടിയതെന്നാണെന്നാണ് പലരും പറയുന്നത്. BJP-യെ ഒരു അരുക്കാക്കി കടത്തിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലെത്തിയതത്രേ. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ വാക്ക് കേട്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു എന്നാണ് പല നേതാക്കളും, പല സീനിയർ നേതാക്കളും ഇപ്പോൾ രഹസ്യമായി പറയുന്നത്. കാരണം മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അയാൾക്ക് പല താല്പര്യങ്ങളും ഉണ്ടാവും. ആ താല്പര്യങ്ങൾക്കെല്ലാം നമ്മൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൃഷ്ണകുമാറിനെതിരെയുള്ള ബോംബ് ഓലപ്പടക്കമായി പോയത്. കാരണം ഒരു പഴയ കേസ്, അത് 2004-ലും 2014-ലൊക്കെ പൊങ്ങി വന്ന കേസ്, അതിന് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. നമ്മളെന്തൊക്കെ ആരോപിച്ചാലും അതിന് പ്രത്യേകിച്ച് പുതുമ ഒന്നും അവകാശപ്പെടാനില്ല. ഒരു പുതിയ ബോംബാണെങ്കിൽ BJP വിറയ്ക്കുമായിരുന്നു, ഇതുവരെ ആരും കേൾക്കാത്തതായതുകൊണ്ട്. ഇത് പലതവണ കേട്ട് ആരോപണങ്ങൾക്ക് ഉയർന്ന് BJP തന്നെ അന്വേഷിച്ചൊരു സംഭവം വീണ്ടും എടുത്ത് ചർമ്മണം പോലെ എടുത്തിട്ട് അലക്കുന്നതിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഭം ഇല്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ബോംബ് രാഷ്ട്രീയം കോൺഗ്രസ് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോൾ നേതാക്കന്മാരെല്ലാം രഹസ്യമായി പറയുന്നത്.